അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ പാലക്കാട് നെല്ലിയാമ്പതി പോയിട്ടുള്ളതാട്ടോ. അപ്പോൾ നെല്ലിയാമ്പതി പോകുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാം ട്രക്കിങ് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം, ഓറഞ്ച് ഫാം, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് യാത്ര പോകുന്നത്, അതായത് ഉമ്മയുടെ ഫാമിലിയുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരത്തിൻ്റെ മുകളിൽ നിന്നായിട്ട് നമുക്ക് ഡാം കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് നെല്ലിയാമ്പതി ചുരം കയറുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് പോത്തുണ്ടി ഡാം വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടോ നമ്മൾ. അങ്ങനെ ഒരു അത്യാവശ്യം വലിയ ഒരു ചുരം തന്നെ കേട്ടോ അത്. നമുക്ക് ചുരം കയറുന്ന സമയത്ത് മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരുപാട് വൈൽഡ് ആനിമൽസുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ അവസാനം എത്താനായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ട്രക്കിംഗ് ആണ് എടുക്കുന്നത്. എല്ലാവരും ഇറങ്ങുകയാണ്. ഇറങ്ങിക്കൂടി എല്ലാവരും. നമുക്കിതാ ജീപ്പ് വന്നിട്ടാ. ഈ ജീപ്പിലാണ് നമ്മൾ പോവാൻ നിൽക്കുന്നത്. ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് 3 ജീപ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ജീപ്പിൽ 8 പേര് മാക്സിമം എന്ന് പറഞ്ഞു. നമുക്ക് 2000 രൂപയാണ് ഒരു ജീപ്പിനായിട്ടുള്ളത്. ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഇത്. ഞാൻ ആദ്യമായിട്ടോ ട്രക്കിങ്ങിൽ ഒരു യാത്ര ചെയ്യണത്. നമ്മൾ വയനാട് പോയ സമയത്തൊക്കെ ട്രക്കിങ് കയറാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അന്നൊന്നും കയറാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ വെച്ചാട്ടോ ഞാൻ ഫസ്റ്റായിട്ട് കയറുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. എന്തായാലും ഞങ്ങളിങ്ങനെ പോണ സമയത്ത് അവിടെ എന്തോ ഒരു വന്യജീവി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്.
വന്ന് വിശ്രമിക്കുകയാണ്. നല്ല പൊളിയല്ലേ ആ റോഡ്. ഇവിടെ ഫോട്ടോ സെക്ഷൻ നടക്കുകയാണ്. അല്ലാവേ അങ്ങനെ നമ്മൾ ട്രെക്കിങ്ങിന് പോയിട്ട് ഏറ്റവും വ്യൂ പോയിന്റ് മൊത്തം കാണാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം, നല്ല രസമുണ്ട്. അപ്പം നമ്മൾ വണ്ടിയിൽ കയറാൻ നേരത്ത് അവിടുന്ന് ആരോ പറഞ്ഞു ഒരു ആന ഉണ്ട്, ആനനെ കാണണമെങ്കിൽ വേഗം പോരി പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ഓടിയിട്ട് നമ്മൾ വണ്ടി കയറാൻ വേണ്ടി പോകുമായിരുന്നു. ആ സമയത്താണ് പറഞ്ഞത്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കയറിയിട്ടോ. അപ്പം നമ്മളിതാ പോയപ്പോൾ ഒരു ആനനെ കണ്ടിട്ടോ. കുറേ വിട്ടായിട്ടാണ് നമുക്ക് കഴിഞ്ഞത്. ഞാനിങ്ങനെ ഫോണിൽ സൂം ചെയ്തിട്ട് കാണിച്ചു തരികയാണ്. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ഓഫ് റോഡ് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുള്ളത് ഓറഞ്ച് ഫാമിലോട്ടും പിന്നെ അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫാമും കൂടെ ഉള്ളതാട്ടോ. ഇതെന്താണ്? അങ്ങനെ നെല്ലിയാമ്പതി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചുവിട്ടു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം നോക്കി അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി ഡാമിനോടടുത്തായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അതൊന്നും ഞാനിതിൽ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വെള്ളങ്ങളൊക്കെ കാലി ആയിട്ടുണ്ട്. അപ്പം ബോട്ടിലൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് ആ പോത്തുണ്ടി ഡാമിനോട് അടുത്തായിട്ട് തന്നെ ഒരു വീട് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. നല്ല എന്താ പറയുക, നല്ല സ്വഭാവമുള്ളൊരു വീട്ടുകാർ കേട്ടോ. എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്നാട്ടോ അവർ പറയണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തത് തിരിച്ചത് മലമ്പുഴ ഡാമിലേക്കാട്ടോ. മലമ്പുഴയുടെ കാഴ്ചകളൊന്നും ഞാൻ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളിതിനു മുമ്പ് ഒരു ഫാമിലി യാത്ര പോയപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചതാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് ഒരു വാക്ക് പറഞ്ഞ്